ഹേ ഗായ്സ്, എല്ലാവർക്കും വണ്ടി മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിലൂടെ മനസ്സിലായി കാണും എന്താണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത്. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ ബജാജ് പൾസർ 220F BS6 മോഡൽ വിത്ത് മീറ്റർ കൺസോൾ അപ്ഡേറ്റ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കേരളാസ് ബെസ്റ്റ് ഓട്ടോമോട്ടീവ് കണ്ടന്റ്സ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഇന്ന് ഈ ബൈക്ക് നമുക്ക് റിവ്യൂവിനായിട്ട് തന്നിരിക്കുന്നത് ചേതക് ബജാജ് തിരുവല്ലയാണ്. സോ എ വെരി ബിഗ് താങ്ക്സ് ടു ചേതക് ബജാജ് തിരുവല്ല. നിങ്ങൾക്ക് ബജാജ് ടൂ വീലേഴ്സിൻ്റെ സെയിൽസ് ആൻഡ് സർവീസ് സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിനും വരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും സ്പെഷ്യൽ കൺസിഡറേഷൻ തരാമെന്നും അവർ ഏറ്റിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മുടെ റിവ്യൂ നമുക്ക് തുടങ്ങാം. ഒരു കാര്യം ചെയ്യാം, ആദ്യം ഡിസൈനിൽ നിന്ന് തന്നെയാണ് തുടങ്ങാം. അതാകുമ്പോൾ കുറച്ച് പറഞ്ഞാൽ മതി. നമ്മൾ വർഷങ്ങളായിട്ട് കണ്ട് ശീലിച്ചിട്ടുള്ള അതേ മസ്കുലാർ സ്പോർട്ടി പൾസർ ഡിസൈനാണ് ഈ 220ക്ക് ഇപ്പോഴും ബജാജ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. ഇത്രയും വർഷങ്ങളായിട്ടും കളറിലും ഗ്രാഫിക്സിലും മാത്രമാണ് ബജാജ് അധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഡിസൈനിലല്ലാണ്ട് അവർ അധികമായിട്ടൊന്നും തൊട്ടിട്ടില്ല. സോ സ്റ്റാർട്ടിങ് ഫ്രം ദ ഫ്രണ്ട്. So same halogen projector headlamp unit, taller wind visor, same clip-on handlebar, same 50-liter fuel tank, same split seat, same vertical split tail light. So മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സെയിം. മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഇത്രയൊക്കെ കാലം ഈ ബൈക്ക് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിലും അതിന് ഏറ്റവും വലിയൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസൈൻ തന്നെയാണ്. കാരണം ഇന്ത്യ ഒട്ടാകെ ഒരുപാട് ഫാൻ പവർ ഉള്ള ഒരു ബൈക്കാണ് നമ്മുടെ ബജാജ് പൾസർ 220F എന്ന് പറയുന്നത്. ഡിസൈൻ മാത്രമല്ല, ഈ ഒരു ബൈക്കിനെ ഇന്ത്യക്കാർ ഇത്രയും സ്നേഹിക്കാൻ ഉള്ള കാരണം എന്ന് പറയുന്നത് റൈഡ് ക്വാളിറ്റിയാണ് മറ്റൊരു ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ 220യുടെ കാര്യം വരുമ്പോഴത്തേക്ക്. അതായത് പവറിൻ്റെയും കംഫർട്ടിൻ്റെയും ഒരു അഡാർ കോമ്പിനേഷനാണ് 220 എന്ന് പറയുന്നത്. വളരെ എഫേർട്ട്ലെസ് ആയിട്ടുള്ള ഒരു ടോർക്ക് ഡെലിവറിയാണ് ഈ ഒരു 220cc സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് DTS8 ട്വിൻസ് പെർ 12 എഞ്ചിൻ കാഴ്ചവെക്കുന്നത്. പിന്നെ ആ ഒരു 20.5 bhp എന്നുള്ള പവർ ഒരു ഏകദേശം 8500 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പവർ എവിടെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5th ഗിയറിൽ വണ്ടിയെ 140 വരെ പുഷ് ചെയ്യാവുന്നതാണ്. 5 ഗിയേഴ്സ് ആണുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ. അതിൽ നമുക്ക് 140 വരെ ഈ ഒരു ബൈക്കിനെ പുഷ് ചെയ്യാൻ സാധിക്കും. അപ്പം നോർമൽ നമ്മുടെ ഒരു പൾസർ 2 വാൽവ് എഞ്ചിനിൽ നിന്നും ഇത്രയും പെർഫോമൻസ് കിട്ടുന്നു എന്നുള്ളതാണ് 220യുടെ ഇത്രയും കാലത്തെ വിജയം എന്ന് പറയുന്നത്. കാരണം ഇന്ന് മാർക്കറ്റിൽ ഈ ഒരു ബൈക്കിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്ന എല്ലാ ബൈക്കുകളും ടെക്നോളജി വൈസ് ഇതിനേക്കാളും പല മടങ്ങും മേളിൽ നിൽക്കുന്ന വണ്ടികളാണ്. എന്നിട്ടും സെയിൽസ് ചാർട്ടിൽ 220 ഒട്ടും തന്നെ പുറകോട്ട് പോയിട്ടില്ല. ബജാജിൻ്റെ ടോപ്പ് സെല്ലിംഗ് ബൈക്കുകളിൽ ഒരു 3 എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു സ്ഥാനത്ത് വരുന്നത് നമ്മുടെ 220 ആയിരിക്കും. അപ്പം അത്രമാത്രം ആൾക്കാർ ഈ ഒരു ബൈക്കിൻ്റെ പെർഫോമൻസിനെ, ഇതിൻ്റെ ആ ഒരു കംഫർട്ട് ലെവൽസിനെ എല്ലാം തന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ഇതിൻ്റെ വൈബ്രേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇത് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. പക്ഷേ കൂടുതലും വൈബ്രേഷൻസ് ടോപ്പ് എൻഡിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങളൊരു 7000 RPM ക്രോസ് ചെയ്യാതെ ഇതിൽ നിന്ന് അധികം വൈബ്രേഷൻസ് ഒന്നും തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നതല്ല. പിന്നെ നോർമൽ ഒരു സിംഗിൾ സിലിണ്ടർ 2 വാൽവ് എഞ്ചിനിൽ നിന്നുള്ള വൈബ്രേഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ BS6 ആയതോടുകൂടിയും ഇത് FI ആയതോടുകൂടിയും പണ്ടത്തേക്കാളും ഒരു വലിയ ചേഞ്ചാണ് ഈ ഒരു എഞ്ചിനിൽ വന്നിരിക്കുന്നത്. വളരെ സ്മൂത്ത് ആൻഡ് വളരെ ക്രിസ്പ് ആൻഡ് റെസ്പോൺസീവായി മാറിയിരിക്കുകയാണ് ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത്. പിന്നെ വൈബ്രേഷൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹയർ സ്പീഡ്സിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ റെവ് മാച്ചൊക്കെ ചെയ്ത് ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് കിറ്റിൻ്റെ ഭാഗത്തു നിന്ന് അത്യാവശ്യം നല്ല റാറ്റ്ലിംഗ് നോയ്സ് നമുക്ക് കേൾക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ആ ഫ്രണ്ട് ആ ഒരു പോർഷനിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു തരിപ്പ് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പം ഇത് എക്കാലത്തും 220 വേട്ടയാടുന്നൊരു കുഴപ്പമാണ് ആ ഒരു കിറ്റ് വൈബ്രേഷൻസ് പറയുന്നത്. അത് ഒരുപാടൊന്നും ഈ ഒരു മോഡലിൽ മാറിയിട്ടില്ല. എങ്കിൽ കൂടിയും ഈ ഒരു ബൈക്കിൻ്റെ ഓവറോൾ പെർഫോമൻസിനെ വെച്ച് നോക്കുമ്പോൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം കിറ്റ് അത്യാവശ്യം നല്ല മസ്കുലർ ആൻഡ് ഒരു യുണീക്ക് ലുക്കിംഗ് ആണ് ബൈക്കിന് കൊടുക്കുന്നത്. നല്ല എയറോഡൈനാമിക് ആയിട്ടുള്ള ഒരു വിൻഡ് പ്രൊട്ടക്ഷൻ വൈസറാണ് ഈ ബൈക്കിന് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് അതിൻ്റെ പുറകിൽ ടക്കിൻ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്, ഒരു ശകലം പോലും കാറ്റ് നിങ്ങളെ തുറന്നില്ല. പിന്നെ നേരെ ഇരുന്ന് ഓടിക്കുന്ന സമയത്താണെങ്കിൽ കൂടിയും നമ്മുടെ ഏകദേശം ഹെൽമെറ്റിൻ്റെ ഒരു ലെവലിൽ തന്നെയാണ് കാറ്റ് വരുന്നത്. എൻ്റെ ഒരു ഹൈറ്റ് വെച്ച് നോക്കിയിട്ട് എനിക്ക് ഏകദേശം ഈ ഒരു പോർഷനിലാണ് കാറ്റ് വന്നത്. അപ്പം നമ്മൾ ആ ഒരു നല്ലൊരു ഹെൽമെറ്റും ആ ഒരു ബൈക്കിൻ്റെ വിൻഷീൽഡും കൂടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഹൈവേസിൽ അത്യാവശ്യം നല്ല സ്പീഡ് ക്യാരി ചെയ്തുകൊണ്ട് തന്നെ ക്രൂസ് ചെയ്ത് പോകാൻ സാധിക്കുന്നത്. ഇനി ഹീറ്റിങ്ങിനെ പറ്റിയൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ഒരു ഐറ്റം ആ വണ്ടിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ അത്യാവശ്യം നല്ല ഹാർഷായിട്ടും ട്രാഫിക്കിലൊക്കെ ഓടിച്ചാൽ തന്നെയും ഓവർ ഹീറ്റ് ആവുന്ന ഒരു നേച്ചറുള്ള ബൈക്കല്ല നമ്മുടെ 220 എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് അധികം ഫീൽ ചെയ്തില്ല. കാലിലൊക്കെ നമുക്ക് ചെറുതായിട്ട് ഹീറ്റ് അടിക്കും ഒരു നോർമൽ ബൈക്കിൽ നിന്ന്. കാരണം അത്രയും കപ്പാസിറ്റി ഉള്ളൊരു ബൈക്കാണ്, അത് നോർമലി അത് ഹീറ്റ് ആകും. പക്ഷേ സീറ്റിലോട്ടോ ടാങ്കിൻ്റെ സൈഡിൽ കൂടെ മേളിലോട്ടോ ഒന്നും തന്നെ ഹീറ്റിൻ്റെ ആ ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്തതില്ല. അപ്പോൾ പവർ പറഞ്ഞു. ഇനിയുള്ളതാണ് കംഫർട്ട് എന്ന് പറയുന്നത്. അതായത് ഇതിൽ നമ്മൾ നോർമലി പൾസറിലെല്ലാം കണ്ടുവരുന്ന ടൈപ്പുള്ള ഫ്രണ്ടിൽ ടെലസ്കോപ്പിക് സസ്പെൻഷനും ബാക്കിൽ അവരുടെ നൈട്രോസ് ചാർജഡ് ആയിട്ടുള്ള ഒരു 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ സ്പ്രിംഗ് സസ്പെൻഷനാണ് വരുന്നത്. മോണോഷോക്ക് ഒന്നുമല്ല, നോർമൽ 2 ഡബിൾ സൈഡ് സ്പ്രിംഗ് ആണ് വരുന്നത്. പക്ഷേ എങ്കിൽ കൂടി മൊത്തത്തിലുള്ള റൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് അടിപൊളിയാണ്. അതായത് നമ്മൾ ലോവർ സ്പീഡുകളിൽ പോയി കഴിയുമ്പോൾ വണ്ടി നല്ല ഒരു
ഒരു ഫ്ലഷ് റൈഡാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അതായത് ചെറിയ ചെറിയ കുണ്ടും കുഴിയുള്ള റോഡിൽ കൂടെയും അത്യാവശ്യം ലെവൽ അല്ലാത്ത റോഡിൽ കൂടെയൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ അത് മിക്കതും സസ്പെൻഷൻ സോക്കപ്പ് ചെയ്ത് തരുന്നുണ്ട്. നിങ്ങളൊരു സ്റ്റഡി ആൻഡ് ലെവൽ റൈഡായിരിക്കും ബൈക്കിൽ കിട്ടാൻ പോകുന്നത്. പിന്നീട് എടുത്തു പറയേണ്ടതാണ് അതിൻ്റെ സീറ്റിൻ്റെ കാര്യം. അതായത് പഴയതിനേക്കാളും കുറച്ചും കൂടി സപ്പോർട്ടീവ് ആൻഡ് കുഷ്യൻഡ് സീറ്റ്സ് ആണ് ഇപ്പോൾ ഉള്ള 220 നമുക്ക് കിട്ടുന്നത്. അതിലിരുന്ന് നമ്മൾ ആ വണ്ടിയുടെ ആ ഒരു സീറ്റിംഗ് പോസ്റ്ററൊക്കെ തന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഒരു ബിറ്റ് ഓഫ് സ്പോർട്ട്നെസ് കിട്ടുന്നുണ്ട്, എന്നാൽ ഒരുപാട് നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ടല്ല തന്നെ ഇരിക്കുന്നത്. നമ്മൾ RSൽ അത്രയും ഇതിൽ കുനിയണ്ട, കുറച്ചും കൂടെ നേരെയായിട്ടാണ് നമ്മൾ 220 ഇരിക്കാൻ പോകുന്നത്. പിന്നീട് ഉള്ളതാണ് ഇതിൻ്റെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അത് സ്ട്രെയിറ്റ് ലൈൻ സ്റ്റെബിലിറ്റി അടിപൊളിയാണ്. പിന്നെ ഹൈ സ്പീഡിൽ കോർണേഴ്സൊക്കെ എടുക്കുന്ന സമയത്ത് ആ ഒരു സസ്പെൻഷൻ്റേതായിട്ടുള്ള ഒരു കുഴപ്പം നമുക്ക് വരുന്നുണ്ട്. അതായത് വണ്ടി ഒരു പക്കാ സ്റ്റേബിൾ ആയിട്ടുള്ള ഫീലിംഗ് കിട്ടില്ല, എങ്കിൽ കൂടി നമുക്ക് മാനേജ് ചെയ്ത് പോകാവുന്ന തരത്തിലുള്ളൊരു ഹാൻഡ്ലിംഗ് ആണ് ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ബ്രേക്കിംഗ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് എടുത്ത് പറയാനായിട്ടുള്ള കാര്യമായ ചേഞ്ചസ് ഒന്നും തന്നെ വണ്ടിയിൽ വന്നിട്ടില്ല. ഫ്രണ്ടിൽ നമുക്കൊരു 282 mm ഡിസ്ക്കാണ് വരുന്നത്, ബാക്കിലൊരു 230 mm ആണ്. അപ്പം അത്യാവശ്യം നല്ല പ്രോഗ്രസീവ് ആയിട്ടുള്ള ബൈറ്റും സ്റ്റോപ്പിംഗ് പവറും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്രേക്കാണ് നമുക്ക് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത്. പിന്നെ എവിടെയാണ് ഏറ്റവും കൂടുതൽ വലിയ ചേഞ്ച് വന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അല്ല, മീറ്റർ കൺസോളിലാണ്. അതായത് നമ്മുടെ പഴയ ലേഔട്ടിൽ നിന്നും പുതിയ ലേഔട്ടിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മുടെ ആ ഒരു ഡിജിറ്റൽ കൺസോൾ. അതിൽ കുറേ ഇൻഫർമേഷൻസ് ഇപ്പോൾ ബജാജ് ആഡ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ഫീച്ചേഴ്സ് ആഡപ്പ് ആയിട്ടുള്ള ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു പുതിയ മീറ്റർ കൺസോളിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ഡിസ്റ്റൻസ് ടു MT, അതുപോലെ തന്നെ 2 ട്രിപ്പ് മീറ്റേഴ്സിനും ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി എന്നിവയുള്ള ഫീച്ചേഴ്സ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം കൂടുതലും നമ്മൾ ലോങ് ട്രിപ്പുകൾക്കും അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ നമുക്ക് മൈലേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനൊക്കെ തന്നെ വലിയൊരു സഹായകമാകുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഈ 220 മാത്രമല്ല, ഈ ഒരു 2 വാൽവ് പൾസർ സീരീസിൽ വരുന്ന എല്ലാ വണ്ടികൾക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ RSനും NSനും മാത്രമാണ് കാര്യമായിട്ടൊരു വലിയ അപ്ഡേറ്റ് ഇപ്പം ബജാജ് കൊടുക്കാത്തത്. മേ ബി ഫ്യൂച്ചറിൽ അവരെന്തെങ്കിലും വലിയത് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. എന്തായാലും ഈ പൾസർ സീരീസിന് കൊടുത്താൽ എന്തായാലും നന്നായെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഒരു പൾസർ യൂസർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ആവശ്യകത എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഡിസ്റ്റൻസ് ടു MT ഒക്കെ ഉള്ളത് നിങ്ങൾ ലോങ് ടൂറിങ്ങും ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു അത്യാവശ്യം നല്ല വലിയ ടാങ്ക് ആണെങ്കിൽ കൂടി നമുക്ക് നമ്മുടെ ആ ഒരു ട്രിപ്പ് കുറച്ചും കൂടി എഫിഷ്യൻ്റായിട്ട് പ്ലാൻ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അവസാനമായിട്ട് നമുക്കിനി 220യുടെ പ്രൈസ് നോക്കാം. ഏകദേശം 1,29,900 രൂപയാണ് എക്സ്ഷോറൂം പത്തനംതിട്ട ബജാജ് പൾസർ 220Fൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൺ റോഡ് പ്രൈസും EMI ഡീറ്റെയിൽസും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് വെച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന്, അല്ലെങ്കിൽ ഇത് ഓൺ റോഡ് ആകുമ്പോൾ ഏകദേശം 1.5 അടുത്ത് വരും. അപ്പോൾ ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ കൂടുതൽ ടെക്നോളജി ഉള്ള, ഇതിൽ കൂടുതൽ പെർഫോമൻസ് തരുന്ന, ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സ് തരുന്ന ഒരുപാട് ബൈക്കുകൾ സെഗ്മെൻറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പം എന്തുകൊണ്ടാണ് അതിലേക്ക് പൊക്കൂടെ എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് വരാം. പക്ഷേ 220 ഓടിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ പണ്ട് തൊട്ടേ 220 ഓൺ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ ഒരിക്കലും അതിലേക്ക് ചിന്തിക്കില്ല. എന്ത് വില കൊടുത്തും അവർക്ക് ഈ പുതിയ 220 തന്നെ വാങ്ങണമെന്നായിരിക്കും അവരുടെ മനസ്സിലുള്ളത്. അങ്ങനെ ഒരുപാട് പേര് എനിക്കറിയാം, അതുകൊണ്ട് ഞാനത് എടുത്ത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് മെയിനായിട്ട് ഞാൻ ഈ ബൈക്ക് സജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് എടുക്കുന്നതുകൊണ്ട് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരത്തില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം സന്തോഷം തരുന്ന ഒരു ബൈക്കായിട്ടാണ് എനിക്ക് ഈ ഒരു 220 ഫീൽ ചെയ്തത്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി യൂസിനും മറ്റും നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു മെഷീനാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഏറ്റവും പറ്റിയ ബൈക്ക് തന്നെയാണ് 220. ഏകദേശം ഒരു 40 km/ലിറ്റർ മൈലേജ് എങ്കിലും ഈ ഒരു ബൈക്കിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ എഫേർട്ട്ലെസ് ആയിട്ട് നിങ്ങൾക്ക് ഏത് സ്പീഡിൽ വേണമെങ്കിലും ഇതിൽ ക്രൂസ് ചെയ്യാവുന്നതാണ്. ഒരു 60 എന്നൊക്കെ പറയുന്ന ഈ വണ്ടിക്ക് ഒരു സ്പീഡേ അല്ല, നിങ്ങൾക്കൊരു 100 അല്ലെങ്കിൽ 120 വരെ ഇതിനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ വിഷയമൊന്നും ഇല്ലാതെ തന്നെ വണ്ടി നിലനിന്ന് പോകുന്നതാണ്. നിങ്ങൾക്കത് അഡാപ്റ്റ് ചെയ്ത് പോകാവുന്നതാണ് ഹൈവേസിലൊക്കെ. അപ്പം അങ്ങനെയൊക്കെയുള്ളതാണ് നിങ്ങളുടെ ഗോൾസെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ബൈക്കാണ് നമ്മുടെ 220. ഒരു സെമി ഫെയർഡ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫെയറിങ്ങിൻ്റെ ഗുണവുമുണ്ട്, എന്നാൽ നേക്കഡ് ബൈക്കിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും കിട്ടുന്നതാണ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ബജാജ് പൾസർ 220F BS6 മോഡലിനെ പറ്റിയിട്ട് ഞങ്ങളുടെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ തന്നെയും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ കാണിച്ചിരിക്കുന്ന ഈ വീഡിയോ കണ്ടു നോക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വണ്ടിയോട്ട് കാണുന്നവരെ വരെ ദിസ് ഈസ് മീ നിജിൻ സൈനിങ് ഔട്ട്. ഹേ ഗായ്സ്, എല്ലാവർക്കും ഓഡിയമിലേക്ക്. സോ സ്റ്റാർട്ടിങ് ഫ്രം ദ ഫ്രണ്ട്. അങ്ങനെ പോണ്ട, അത് കിട്ടത്തില്ല, അടിക്കും. So we have the same front halogen projector headlamps, same clip-on handlebars, and same 15-liter fuel tank, same split seats, same halogen projector headlamp. എന്തുവാ സ്റ്റാർട്ടിങ് ഫ്രം ദ ഫ്രണ്ട് പറഞ്ഞിട്ടില്ലേ നമ്മൾ കുനിയുന്നേ.